ഹായ്, ഗീത സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഞാൻ ഒരുപാട് നാളായി വീഡിയോ ഒന്നും ചെയ്യാതായിട്ട്. കാരണം എനിക്ക് സുഖമില്ലാത്തൊരു ഇതായിപ്പോയി. എനിക്ക് സുഖമില്ല, ബ്രസ്റ്റിൽ മുഴയായിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് ഈ 2025 മാർച്ച് 7-ാം തീയതി എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ബ്രസ്റ്റിൽ മുഴയായിരുന്നു. മാമോഗ്രാം ചെയ്തപ്പോഴത്തേക്ക് അതിൽ മുഴയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ പറഞ്ഞത് ഒരു മുഴയല്ല 3 മുഴയുണ്ടായിരുന്നു. ഒരു വലുതും 2 ചെറുതുമായിരുന്നു. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്തെടുത്തായിരുന്നു. അതിൽ ബയോപ്സി ചെയ്ത് അതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിന് മുന്നേ മാമോഗ്രാം ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു കുത്തി പരിശോധന നടത്തി. കുത്തി പരിശോധനയിൽ കാറ്റഗറി 3 ആയിരുന്നു, 4th ആവാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ എനിക്കിതിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്രസ്റ്റ് ഭയങ്കര വേദനയും, എനിക്ക് മുട്ടയുടെ മഞ്ഞക്കരു അല്ലാതെ നെക്സ് ഇങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ പാടില്ല. 2 ബ്രസ്റ്റും ഉണ്ടായിരുന്നു വേദന. അപ്പോൾ ഈ വലത് ബ്രസ്റ്റിൽ 3 വർഷത്തിന് മുന്നേ ചെയ്ത ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് പഴുപ്പായിരുന്നു. പഴുപ്പിന് ഓപ്പറേഷൻ ചെയ്ത് പഴുപ്പെടുത്തായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ഇടതാണ് ഇപ്പോൾ മുഴ വന്നത്. അപ്പോൾ അത് ഇപ്പം ചെയ്തായിരുന്നു. അപ്പോൾ 2ലും ഇങ്ങനെ പഴുപ്പായിരുന്നു. അതിന് സ്ഥിരമായിട്ട് ഞാൻ ഈ വേദന വരുമ്പോഴത്തേക്ക് ഡോക്ടർ എഴുതി തന്നിരുന്നു എനിക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുളിക, വേദനയ്ക്കുള്ള ഗുളിക, ഇതൊക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടർ എഴുതി തന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതിലൊന്നും ഒരു കുറവില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ മുഴയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതേപോലെയുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തുടക്കത്തിലേ വച്ചുകൊണ്ടിരിക്കരുത്, കൊണ്ട് കാണിക്കണം. ഞാൻ കിടന്ന സമയത്ത് തന്നെ എൻ്റെ അടുക്ക ഒരമ്മ കിടന്ന്, അമ്മയ്ക്ക് 85 വയസ്സായി. ആ അമ്മയ്ക്കും ഇതുപോലെ ബ്രസ്റ്റിൽ നിന്ന് പഴുപ്പ് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് അമ്മ വെളിയിൽ പറയാൻ മടിച്ചിട്ടായിരിക്കും, അത് നല്ലതുപോലെ പഴുപ്പ് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് പ്രായപരിധിയൊന്നുമില്ല, ആർക്കും വരാം. ഇങ്ങനെ വെളിയിൽ പറയാൻ വയ്യാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരും മറച്ചു വയ്ക്കരുത്. ഇത് നാണക്കേടല്ല. ഇതിന് തുടക്കത്തിലെ ഡോക്ടറെ കണ്ട അതിനുള്ള ചികിത്സ അവർ തന്നെ കണ്ടെത്തി നിങ്ങൾക്ക് ചെയ്ത് മാറ്റിത്തരും. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ചെറുതും വലുതുമായ എന്ത് പ്രശ്നമുണ്ടെങ്കിലും വലിയ ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. പിന്നെ തുടക്കത്തിൽ എനിക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു പോകും, ഞാൻ തളർന്ന് വീഴും, അതിൽ കൂടെ ഷുഗർ കുറയും, അങ്ങനെയൊക്കെ ഒരവസ്ഥയിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഹീമോഗ്ലോബിൻ്റെയൊക്കെ അളവ് കുറയാൻ പാടില്ല. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. എല്ലാ സ്ത്രീകളും ഇതൊന്ന് കരുതലായിട്ട് എൻ്റെ ഒരു ചെറിയൊരു അപേക്ഷയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.